ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ലൊരു പാഷൻ ഫ്രൂട്ട് അച്ചാറാണ്. നല്ല എരിവും പുളിയും മധുരവും എല്ലാം കൂടി ചേർന്നൊരു വെറൈറ്റി അച്ചാറാണിത്. ഈ അച്ചാർ തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് പാഷൻ ഫ്രൂട്ടിനുള്ളിലെ പൾപ്പാണ്. അതിനായിട്ട് നമുക്ക് പാഷൻ ഫ്രൂട്ട് കട്ട് ചെയ്തെടുക്കാം. നാല് പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞെടുക്കാം. നമ്മളിവിടെ 8 അല്ലി വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകുമാണ് അരിഞ്ഞെടുക്കുന്നത്. ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കി ഒരു ചട്ടി വെച്ച് കൊടുക്കാം. ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ അഥവാ എള്ളെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരുന്നതുവരെ വെയിറ്റ് ചെയ്യുക. ഇനി സ്റ്റൗ ലോ ഫ്ലെയിമിലേക്ക് ആക്കുക. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഉലുവ പൊടിയാണ് നമ്മൾ ചേർക്കുന്നതെങ്കിൽ ഇപ്പോൾ ചേർക്കേണ്ട. പൊടികൾ ചേർക്കുമ്പോൾ ആ കൂടെ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും മറ്റും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊന്ന് നന്നായി വഴറ്റിയെടുക്കണം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് വഴണ്ട് വരാനായിട്ട് നമുക്ക് ഈ സമയം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒപ്പം 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. ഒപ്പം 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ചേർക്കുമ്പോൾ നമ്മുടെ അച്ചാറിന് നല്ലൊരു കളറും ഒപ്പം കൊഴുപ്പും കിട്ടും. പൊടികളുടെ പച്ചപ്പ് മാറാനായി നന്നായിട്ടൊന്ന് ചേർത്തിളക്കി കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ പൾപ്പിനെ പൊടികളുമൊക്കെ ആയിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉപ്പ് നോക്കിയിട്ട് കുറവായതുകൊണ്ട് അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുവാണേ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായി മാറ്റി വയ്ക്കാം. അപ്പോൾ കായപ്പൊടി ചേർത്തത് ക്യാമറയിൽ കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാനത് കാണിക്കാഞ്ഞത്. അപ്പോൾ എല്ലാവരും അത് ചേർത്ത് കൊടുക്കണം. തണുക്കാനായി മാറ്റി വെച്ചിരുന്ന അച്ചാർ നമുക്കിനി തുറന്നു നോക്കാം. തണുത്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ അച്ചാർ കുറച്ചുകൂടി കുറുകി വന്നിട്ടുണ്ട്. മാത്രവുമല്ല ഇതിൻ്റെ കളർ കുറച്ചുകൂടി കൂടിയിട്ടുമുണ്ട്. നമുക്കിത് എയർ ടൈറ്റ് ആയ ഒരു ബോട്ടിലാക്കി സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കാം. നല്ല എരിവും പുളിയും മധുരവും എല്ലാം കൂടി കൂടിയിട്ട് ഒരു അടിപൊളി കിടിലൻ ടേസ്റ്റാണ് കേട്ടോ ഈ അച്ചാറിന്. അപ്പോൾ ഇത് കഴിച്ചിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. നമ്മൾ എടുക്കുന്ന ബോട്ടിൽ ഇതുപോലെ നല്ല തിളച്ച വെള്ളത്തിൽ കഴുകിയിട്ട് ഉണക്കിയെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അച്ചാറൊക്കെ ഇട്ട് വെക്കുന്ന ബോട്ടിലും അതുപോലെ തന്നെ എടുക്കുന്ന സ്പൂണും ഒട്ടും തന്നെ നനവുണ്ടാവാതെ പ്രത്യേകം നോക്കണേ. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ അച്ചാർ പെട്ടെന്ന് തന്നെ കേടായി പോകും.
അച്ചാറൊക്കെ ബോട്ടിൽ നിറച്ച ശേഷം നമുക്ക് ഇതുപോലെ എണ്ണ മുകളിൽ വരുന്ന രീതിയിലൊന്ന് തട്ടിക്കൊടുക്കാം. എന്നിട്ട് ഓരോ തവണയും നമ്മൾ സ്പൂൺ ഉപയോഗിച്ച് സെർവ് ചെയ്യാൻ എടുക്കുമ്പോൾ എണ്ണ മാറ്റിയിട്ട് അതിൻ്റെ അടിവശത്തുള്ള ഭാഗം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് ഇതുപോലെ എണ്ണ മുകളിൽ വരുന്ന രീതിയിൽ വയ്ക്കാം. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിൽ പോലും നമ്മുടെ അച്ചാർ ഏറെക്കാലം കേടുകൂടാതെ ഇരിക്കും. ഫ്രണ്ട്സ്, ഈ അച്ചാർ ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും മാത്രമല്ല, നമുക്കിഷ്ടമാണെങ്കിൽ ഇഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ മുക്കി കഴിക്കാൻ ഉപയോഗിക്കാം. അപ്പോൾ ഇനി പാഷൻ ഫ്രൂട്ട് ഉള്ളപ്പോൾ എല്ലാവരും ഇതുപോലെ അച്ചാറൊക്കെ തയ്യാറാക്കി നോക്കുക. ഇതില്ലാത്ത സീസണിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പാഷൻ ഫ്രൂട്ടിൽ വൈറ്റമിൻ സി ഉൾപ്പെടെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കുന്ന ധാരാളം വൈറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും ഒപ്പം ധാരാളം ഫൈബറും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ആരും പാഷൻ ഫ്രൂട്ട് ഒന്നും വേസ്റ്റാക്കി കളയരുത്. ഇതുപോലെ അച്ചാറൊക്കെ തയ്യാറാക്കി ഉപയോഗിക്കുക. ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാത്തവർ ഒരു കുഞ്ഞ് ലൈക്ക് തരിക. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്നുകൂടി ഇനേബിൾ ചെയ്യണേ. അപ്പോൾ നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. യൂസ്ഫുള്ളായ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്